ഭ്രമയുഗം സ്റ്റാറിങ് മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ. ഇവർ മൂന്ന് പേരും ഇതിനകത്ത് എന്താ പറയുക, ഹീറോസും വില്ലനും എല്ലാം ഇവർ തന്നെയാണ്. ഇവരുടെ പടമാണിത്. ഡയറക്ടർ രാഹുൽ സദാശിവൻ വെടിപ്പായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാൻ കാണിച്ച മമ്മൂക്കായ്ക്ക്, ഇങ്ങനൊരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാൻ കാണിച്ച ധൈര്യത്തിന് രാഹുൽ സദാശിവന്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ശശികാന്തിനും ഒരു ബിഗ് സല്യൂട്ട്. സീരിയസ്ലി, നിങ്ങൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിമെൻറ്റുമായിട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയ്ക്ക് അത് അന്യാധീനപ്പെട്ടു പോകേണ്ട ഒരു സംഭവമായി പോയേനെ. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നത്. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ 10:30 ഷോയ്ക്കാണ് പോയത്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൻ്റെ അകത്തോട്ട് ചെന്ന് കയറി നമ്മൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണും ആ സ്ക്രീനും കൂടെ ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. കാരണം കളേഴ്സ് ഒന്നും ഇല്ലല്ലോ, മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. സോ ഒരു 5-10 മിനിറ്റ് എടുക്കും ആ ഒരു ടോണുമായിട്ട് നമ്മുടെ കണ്ണൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ച 2 കാരണങ്ങൾ: ഒന്ന്, മമ്മൂക്ക ഒരു നെഗറ്റീവ് റോളിൽ അങ്ങനെ റോള് ചെയ്യുന്നു എന്നുള്ളത്; 2, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഇതിൻ്റെ സ്റ്റോറി നമുക്കൊരു കൃത്യം ഒരു വൺ ലൈനായിട്ട് നമുക്ക് എഴുതി വെക്കാം. കാര്യം അത്ര ചെറിയൊരു സ്റ്റോറിയാണ്. അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. സോ സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറേയും കൂടി ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കമൊക്കെ വരും. ഫസ്റ്റ് ഹാഫിൻ്റെ പകുതിയോടൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം വരും. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്ന് സിനിമ തീരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ, ലാസ്റ്റ് ഒരു അരമണിക്കൂർ എന്താ പറയുക, അത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് ത്രില്ലിങ്ങും ഒരു പേടിയും എല്ലാം അനുഭവപ്പെടുന്ന ഒരു രീതിയിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൂടി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബിന് ഇറങ്ങി പൊട്ടിയ ആൾക്കാർ ആദ്യം കാണാതിരുന്ന സമയത്ത് ഇവർ പിന്നെ പ്രൊമോഷൻ നടത്തിയതെന്ന് പറയുന്നത് ഇതൊരു മുത്തശ്ശി കഥയാണ്, ഇത് മുത്തശ്ശി കഥയായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു പ്രൊമോഷൻ നടത്തിയത്. പക്ഷേ ആക്ച്വൽ മുത്തശ്ശി കഥ ഇതാണ്. പണ്ടൊക്കെ പറഞ്ഞ് എവിടേക്കോ കേട്ട ഒരു കഥ പോലെ, അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരു മുത്തശ്ശി കഥ, ഒരു ഹൊറർ. പണ്ട് അമ്മൂമ്മമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തരത്തില്ലയോ, ഒരിടത്തൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ഭീകരമായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ, ആ ഒരു രീതിയിലൊരു സംഭവം ഉണ്ടല്ലോ. അതുപോലൊരു സ്റ്റോറി വലിയൊരു കിടിലും കുറേ ആക്ടേഴ്സിനെ വെച്ച് നല്ല അഭിനയിച്ച് നല്ല ഡയറക്റ്റ് ചെയ്ത് എടുത്തു വെച്ചേക്കുന്ന ഒരു സാധനം. എന്താ പറയുക, ഇതൊരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ പറയുന്ന പോലെ കിട്ടുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. മമ്മൂക്കാൻ്റെ അഭിനയത്തെ പറ്റി പറയുവാണെങ്കിൽ എന്തുവാടെ ഈ മനുഷ്യൻ, എൻ്റെ പൊന്നെ മോഹൻലാൽ ലാലേട്ട കണ്ടുപടി. ഇത് ഇങ്ങനെ നമ്മൾ പ്രായം ചെല്ലും തോറും ഇങ്ങനെയുടെ സൗന്ദര്യം കൂടി വരുവാന്ന് നമ്മൾ പറയുന്നു. പക്ഷേ സൗന്ദര്യം മാത്രമല്ല, ഇങ്ങനെയുടെ ആക്ടിങ് സ്കില്ല്, ഓരോ സ്റ്റോറി ജഡ്ജ് ചെയ്യാനുള്ള ഇങ്ങനെയുടെ സ്കില്ല് പിന്നെയും കൂടി വരുവാണ്. ആസിഫ് അലി ആയിരുന്നു അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ചെയ്യാനിരുന്നത്. ഒരു ഇൻ്റർവ്യൂ ആസിഫ് അലി പറയണ്ടായി, ഈ ഒരു സിനിമ ഓടുകയോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇതൊരു നല്ല സിനിമയാണ്. പുതിയ തലമുറയായിട്ടുള്ള ആസിഫ് അലിക്ക് പോലും ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ മമ്മൂക്ക ഈ ഒരു സിനിമയെ ജഡ്ജ് ചെയ്ത രീതി, ആ ഒരു ക്യാരക്ടർ ചെയ്യാമെന്നുള്ള അത് എൻ്റെ പൊന്നു മോനെ, അങ്ങേരെ എന്തുവാണ് അതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. മമ്മൂട്ടിയുടെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ അഭിനയങ്ങൾ, ആ മുഖത്തുനിന്ന് വരുന്ന ഭാവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും സിനിമ മമ്മൂട്ടിയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും കാണാൻ പറ്റാത്ത പുതിയ ഐറ്റംസാണ് പുള്ളി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി സ്ക്രീനിൽ ഞെട്ടിത്തെരിച്ചു പോകും. ഉള്ള കാര്യം പറയില്ല, പുള്ളിയുടെ അഭിനയം കണ്ടിട്ട് സ്ക്രീനിൽ നമ്മൾ എന്താ പറയുക, കണ്ണ് കെട്ടാൻ നോക്കിയിരുന്നു പോകും. ഇപ്പോൾ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ്, ആ മമ്മൂട്ടിയെ കാണിക്കുന്ന ആ ഒരു സ്ഥലം വരുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങിയൊരു മൂടിയിരിക്കുകയാണെങ്കിൽ ഞെട്ടി എണീച്ചിട്ട് കാണാം എന്നുള്ള രീതിയിൽ ഇരുന്നു പോകും. സീരിയസ്ലി അത്രയും കിടിലമായിട്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങർക്ക് പ്രാന്താണ്, ആ പ്രാന്ത് എന്ന് പറയുന്ന പോലെയാണ്. ഇങ്ങർക്ക് അഭിനയം കയറിയിട്ട് ഇങ്ങർക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എന്ത് മനുഷ്യനാണ്, എനിക്കൊന്നും പറയാനില്ല അങ്ങനെപ്പറ്റി. അങ്ങേര് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ അഭിനയം കാണണം, അല്ലെങ്കിൽ പുതിയൊരു സാധനം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോ. അർജുൻ അശോകൻ്റെ അഭിനയത്തെ പറ്റി പറയാനാണെങ്കിൽ, അർജുൻ അശോകനാണ് ഈ ഒരു സ്റ്റോറി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അർജുൻ അശോകനിലാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്, അർജുൻ അശോകനിലാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. സോ അർജുൻ അശോകനാണ് ഈ ഒരു സ്റ്റോറിയുടെ ഒരു എന്താ പറയുക, മമ്മൂട്ടിയേക്കാളും ഈ സ്റ്റോറി
സ്റ്റോറി ലീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അർജുൻ അശോകൻ്റെയാണ്. പുള്ളി നല്ല വെടിപ്പായിട്ട് കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അർജുൻ അശോകൻ ഇങ്ങനെ ട്രിം ചെയ്തിട്ടുള്ള ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. നമ്മൾ ടീസർ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ആ ഒരു ഹെയർ ലൈനൊക്കെ കൃത്യമായി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കൂടാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം കൃത്യമായിട്ട്, അന്നേരം പഴയ കാലം കാണിക്കുമ്പോഴത്തേക്ക് ആ പഴയ കാലത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാടനെടുത്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. ഞാനിപ്പോൾ ഒരു ട്രിമ്ഡ് ലുക്കിലാണ്. സോ ഈ ഒരു ലുക്കിലാണ് പുള്ളി. അന്നേരം ഞാൻ എൻ്റെ മുടി കൊഴിയുന്നുണ്ട്. അന്നേരം നമ്മൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിനെയൊക്കെ പറ്റി കൂടുതൽ നോക്കുന്നതായതിൻ്റെ പേരിൽ എനിക്കത് കണ്ടപ്പോൾ എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റി. പുള്ളി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ ഒരു ലുക്ക് എനിക്ക് അങ്ങോട്ട് എന്താ പറയുക പെട്ടെന്ന് മനസ്സിലായി. ഓക്കെ. പിന്നെ പുള്ളിയുടെ ഹെയറിനെ പറ്റി വേറെ കാര്യം പറയാനാണെങ്കിൽ, ഇതിനകത്ത് പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിയുടെ താടി വളരുന്നുണ്ട്, പുള്ളിയുടെ താടി നരയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഹെയർ ഗ്രോത്ത് ആവുന്നില്ല, ഹെയർ വളരുന്നില്ല. ഹെയർ എപ്പോഴും ആ ട്രിംഡ് ലുക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ആണെങ്കിൽ ബാർബർമാരൊന്നും ഇല്ലതാനും. പിന്നെയും സ്റ്റിൽ എങ്ങനെയാണ് ഈ ഹെയർ ട്രിംഡ് ലുക്കിൽ തന്നെ നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനകത്തൊന്ന് മെയിൻ വേറൊരു ക്യാരക്ടർ സിദ്ധാർത്ഥ് ഭരതനാണ്. പുള്ളിയൊക്കെ മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു മൂവിയാണിത്. കാര്യം പുള്ളിയുടെയൊക്കെ അഭിനയം ടോപ്പ് നോച്ച് സാധനമാണ് പുള്ളി എടുത്ത് വിട്ടേക്കുന്നത്. സോ ഇവർ 3 പേരും, മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ അല്ലെങ്കിൽ തകർത്താടിയ സാധനമാണ്, മത്സരിച്ച് അഭിനയിച്ച സാധനമാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് എന്ന് കരുതി നിങ്ങളാരും തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. കാര്യം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു കുറച്ച് സമയം, ആ സിനിമ തുടങ്ങി ഒരു 10 അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു മൂഡിലോട്ട് വീഴുകയും ഇതൊരു എന്താ പറയുക, നമ്മൾ പിന്നെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് എന്ന് ഓർക്കാതിരുന്ന് അതിനകത്ത് മുഴുകിയിരുന്ന് കണ്ടു പോവുകയും ചെയ്യും. സോ ഈ ഒരു സാധനം നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ വീട്ടിൽ ടി വിയിലോ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലെ കാണുമ്പോൾ ചിലപ്പം ഇത് ഭയങ്കര ഒരു കൂതറയായിട്ട് ഫീൽ ചെയ്യാം. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ പോയിരുന്ന ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സ്പോയിലർ അല്ല, എന്നാലും ഇതിൻ്റെ ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാം. അർജുൻ അശോകൻ ഒരു സ്ഥലത്ത് നിന്ന് ഒളിച്ചോടി വന്ന് ഒരു മനയിൽ പെട്ടുപോവുകയാണ്. ആ മനയിൽ മമ്മൂട്ടിയും സിദ്ധാർത്ഥ് ഭരതനുമാണ് ഉള്ളത്. സോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുകയും പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ശ്രമങ്ങളുമാണ് ഈ ഒരു സിനിമയിൽ ഉടനീളം കാണിക്കുന്നത്. സോ അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ ട്വിസ്റ്റും ടേൺസും കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂഡ് എന്താണെന്ന് ചോദിച്ചാൽ, സ്ലോ ഫേസിൽ തുടങ്ങി ഫസ്റ്റ് ഹാഫ് നല്ല സ്ലോ ഫേസാണ്. ഉറക്കം വരും. ഞാൻ ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ കൈ കൊടുത്തിട്ട് എന്താണ് എന്നുള്ള രീതിയിൽ ഇരുന്നൊക്കെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഇരുന്ന് പോയി. പലപ്പോഴും എന്താ പറയുക, തിയേറ്ററിൽ നോക്കുന്ന സമയത്ത് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ പൊക്കുന്നുണ്ടായിരുന്നു. ഉറക്കം വരുമോ? ഓഫ് കോഴ്സ് ഉറക്കം വരും. ഇതൊരു എക്സ്പെരിമെൻ്റ് മൂവിയാണ്. സോ ആ ഒരു രീതിയിലാണ് ഞാൻ റിവ്യൂ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഉറക്കം വരുന്ന ഏരിയാസ് ഒരുപാടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ബോറടിക്കും. പക്ഷേ അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ നിങ്ങളതും അനുഭവിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. കംപ്ലീറ്റ് നമ്മൾ പേടിപ്പിക്കുന്ന ഒരു ഹൊറർ മൂവിയാണെന്ന് ഞാൻ പറയില്ല. ചെറിയ രീതിയിലുള്ള ഹൊറർ പരിപാടികളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ചെറിയ കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ക്ലൈമാക്സ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, ഈ പടത്തിൻ്റെ ഒരു സോള് അല്ലെങ്കിൽ ഒരു കിടിലം സാധനം ഇരിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ എനിക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിലല്ലാതെ തന്നെ ഈ പടം നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എക്സ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ എന്തായിരുന്നു അനുഭവം. ഫസ്റ്റ് ഹാഫ് തരണം ചെയ്ത് സെക്കൻഡ് ഹാഫിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ സിനിമ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. കാര്യം ഉറക്കം ഞാൻ പറഞ്ഞല്ലോ, അതാണ്. എൻ്റെ അപ്പുറത്തിരുന്ന പുള്ളി ഏകദേശം ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് തന്നെ പുള്ളി എണീറ്റ് പോയി. ഇത് മൂഡ് ഡിപ്പെൻഡഡ് ആണ് കേട്ടോ. ഈ ഒരു സിനിമ കംപ്ലീറ്റ്ലി ഓരോരുത്തരുടെ മൂഡ് ഡിപ്പെൻഡഡ് ആണ്. മമ്മൂട്ടി ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇവൻറ്റിൽ പറഞ്ഞ പോലെ നിങ്ങൾ ശുദ്ധമായ അല്ലെങ്കിൽ നല്ലൊരു മനസ്സോടു കൂടി ഈ സാധനം അല്ലെങ്കിൽ സിനിമ കാണണം എന്നുള്ളൊരു നല്ല മനസ്സോടു കൂടി ഈ ഒരു സിനിമ പോയി കാണണം. അല്ലാതെ ഒരു കലങ്ങിയ മനസ്സ്, സിനിമ കാണാനുള്ളൊരു മൂഡില്ലാതെ നമ്മളൊരു കൂതറ മൂടോടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇത് ചിലപ്പം വെറും കൂതറ ഉറക്ക ഗുളിക എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പിന്നെ ട്രെയിലറിനകത്തും സോങ്സിനകത്തും നമുക്ക് മിസ്സായ 2 സാധനമുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ
ഇങ്ങനെ ഊതി അണയ്ക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ എവിടെയും ഈ സിനിമയിൽ കണ്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സോങ്സ് മറ്റേ കുറേ ഇങ്ങനെ നമ്മളെ ഇടിച്ചളക്കുന്ന കുറേ സോങ്സ് ഉണ്ട്. ആവനം ദീവനം ധാവനം ദീവ ആ സാധനമൊന്നും സിനിമയ്ക്ക് അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു ഹൊറർ സിനിമയ്ക്ക് വേണ്ട എന്താണോ ആ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ എന്നിരുന്നാൽ കൂടിയും കുറേയും കൂടെ ഒക്കെ ഒരു ഹൊറർ എലമെൻ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ, ഇത് കണ്ടിരുന്ന സമയത്ത്, എക്സ്പെഷ്യലി ഇത് ഫസ്റ്റ് ഹാഫിൽ. അപ്പം കൺക്ലൂഷൻ ഓഫ് മൈ റിവ്യൂ, ഇതൊരു നല്ല പടമാണോ ചീത്ത പടമാണോ എന്ന് ചോദിച്ചാൽ ഇത് കാണുന്നവരുടെ മൈൻഡ് പോലിരിക്കും. സോ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറായിട്ടും സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുമാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതൊരു നല്ല പടം ആണ് എന്നുള്ളതാണ്. ആൻഡ് അതിനേക്കാൾ ഉപരി ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ്. മമ്മൂക്ക, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ ഇവരുടെ തകർത്ത അഭിനയം, എക്സ്പെഷ്യലി മമ്മൂക്കയുടെ ഒരു വെറൈറ്റി സാധനം കാണണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കണ്ണു അടച്ച് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക, ഉറക്കം വരും. ആ ഒരു ടൂണുമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആവാൻ ഒരു 10 മിനിറ്റ് സമയമെടുക്കും. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതിൻ്റെ പേരിൽ ഉറക്കത്തിൻ്റെ ഇൻറ്റൻസിറ്റി ശകലം കൂടുതലായിരിക്കും. ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. ഫസ്റ്റ് ഹാഫിന് മുമ്പേ ചിലപ്പോൾ നിങ്ങൾ എണീറ്റ് പോകാം, പക്ഷേ എണീറ്റ് പോകരുത്. സെക്കൻഡ് ഹാഫോടെ കണ്ടിട്ട് എണീറ്റ് പോകാവൂ. ഓക്കെ, ടോട്ടലി എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, സീരിയസ്ലി പടം ഇഷ്ടപ്പെട്ടു. സോ ബാക്കിയെല്ലാം ഇത് ആൾക്കാരെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതൊരു റിവ്യൂ അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് ഒന്നും കണ്ടില്ല. സോ എനിക്കും അറിയില്ല ഈ പടം ആൾക്കാരെങ്ങനെ എടുക്കുമെന്ന്. സോ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരി, ബൈ.